രണ്ടാമതും സലാം പറഞ്ഞിട്ട് മടക്കാതെ വന്നപ്പോൾ അലിയാർ തങ്ങൾ ഫാത്തിമ ബീബിയുടെ ഖബറിൻ്റെ മുകളിൽ കൈവച്ചിട്ട് ആ ഖബറിനോട് ചോദിച്ചു, അലിയാർ തങ്ങൾ അസ്സലാമു അലൈക്കും. പിന്നെ എല്ലാവരും രാത്തലോ ഞങ്ങൾ ഇവിടെ ആക്കുന്നത് നല്ല നല്ല പിസേന് വാങ്ങേണ്ടത് എല്ലാവരും ഈ വീരത്തിനെ പൂർത്തി നോക്കണം. പിന്നെ ബില്ലൊക്കെ റെഡ് ബില്ലൊക്കെ പിള്ള എല്ലാവരും രണ്ടാമതും സലാം പറഞ്ഞിട്ട് മടക്കാതെ വന്നപ്പോൾ അലിയാർ തങ്ങൾ ഫാത്തിമ ബീബിയുടെ ഖബറിൻ്റെ മുകളിൽ കൈവച്ചിട്ട് ആ ഖബറിനോട് ചോദിച്ചു, അലിയാർ തങ്ങൾ ഖബറെ, എൻ്റെ ഫാത്തിമയുടെ വിശേഷമെന്താ? എൻ്റെ ഫാത്തിമയുടെ വിശേഷമെന്താ? എൻ്റെ ഫാത്തിമ ആരെന്നറിയോ? എൻ്റെ ഫാത്തിമ ആരെന്നറിയോ? കല്യാണത്തിൻ്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് ചിരിക്കുന്ന മുഖത്തോടെ കയറി വന്ന എന്നോട് ഖബറിനെക്കുറിച്ച്, ഖബറിൻ്റെ ഏകാന്തതയെക്കുറിച്ച്, ഖബറിൻ്റെ ഞെരുക്കത്തെക്കുറിച്ച്, ഖബറിൻ്റെ അദാബിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നവളാ എൻ്റെ ഭാര്യ. എൻ്റെ മണിയറയിലിരുത്തിയിട്ട് ഈ മണ്ണറ മണിയറയാക്കാൻ മുസല്ല വിരിച്ചിട്ട് നിസ്കരിപ്പിച്ചവളാ ഫാത്തിമ. ആ ഫാത്തിമയാണ് നിന്റെ വയറിൻ്റെ അകത്ത് കിടക്കുന്നത്, ഈ ഖബറിൻ്റെ അകത്ത് കിടക്കുന്നത്. എൻ്റെ ഫാത്തിമയുടെ വിശേഷമെന്ത് എന്ന് ഖബറിൻ്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ